മാം സർഗസ്ഥിത്യന്ത കാരിണിം മൂലപ്രകൃതിം വിധി തസ്യ അതന്ത്രിത ഇതം സൃജാമി. എന്നെ സീതയെ സർഗസ്ഥിത്യന്ത കാരിണിം മൂലപ്രകൃതി, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇവ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പഠിക്കുന്നെങ്കിലും ബ്രഹ്മത്തിൽ മായ വച്ചു നിൽക്കുമ്പോഴാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത്. അതുകൊണ്ട് മൂലപ്രകൃതിയുടെ വിഷയമാണ്. സർഗ സ്ഥിതി അന്തകാരിണി, ഇത് മൂന്നും സർഗസ്ഥിതി ലയങ്ങൾ, ഇത് മൂന്നും അജ്ഞാനത്തിലാണ് നടക്കുന്നത്. അഗ്രഹണത്തിന്റെയും അന്യഥാഗ്രഹണത്തിന്റെയും. അഗ്രഹണം അന്യഥാഗ്രഹണം, അഗ്രഹണം ലയം, സുഷുപ്തി എന്ന് സദാ നടക്കുന്നുണ്ട്. ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരുന്നതിന് തൊട്ടു മുമ്പ് വാക്കില്ലാത്തൊരു നിശബ്ദതയുടെ ലയമുണ്ട്. ആ വാക്ക് ആവാഹിച്ചു വരാനുള്ള അന്യഥാഗ്രഹണത്തിന്റെ സ്വപ്നങ്ങളുണ്ട്. അവ കൂടിച്ചേർന്ന് വരുന്ന അന്യഥാഗ്രഹണമാകുന്ന വാക്കുണ്ട്. ചിന്തയുടെ ഓരോ നിമിഷവും ഈ മൂന്നും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ തന്നെയുണ്ട്. ഒരു ദിനം അവസാനിക്കുമ്പോൾ ജീവന്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുണ്ട്. ഓരോ കർമ്മത്തിലും കർമ്മത്തിന്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ, ഓരോ ദിനാന്തത്തിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ. കാരണം പകല് മുഴുവൻ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും കലർന്ന് ഓരോ നിമിഷവും പോകുന്നത് കൂടാതെ രാത്രിയാകുമ്പോഴേക്ക് സ്വപ്ന സുഷുപ്തികളിലേക്കുള്ള പോക്ക്. ഒരു ജീവൻ അതിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്ന കർമ്മം അവസാനിക്കുമ്പോൾ മരണമെന്ന അഗ്രഹണത്തിലേക്കുള്ള പോക്ക്, പുനർജനിയുടെ വീണ്ടും വരവ്, സകല ജഗത്തിനോടും കൂടി ഉള്ള കൽപ്പാന്ത പ്രളയമെന്ന പോക്ക്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മൂലപ്രകൃതിയാണ്. അതുകൊണ്ട് അതിനെ സർഗസ്ഥിതിലയകാരിണി എന്ന് പറയും. സർഗസ്ഥിത്യന്തകാരിണി. ആ മൂലപ്രകൃതി ജഗത്തിന്റെ ഉപാദാന കാരണമെന്ന് നീ അറിയുക. ജഗത്തിന്റെ കാരണം ബ്രഹ്മമല്ല, അജ്ഞാനമാണ്, അവിദ്യയാണ്, മായയാണ്. അവിദ്യ വ്യക്തിയിൽ, സമഷ്ടിയിൽ മായ, മായയാണ്. തസ്യ, ആ ശ്രീരാമസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ബ്രഹ്മത്തിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ടു മാത്രം അതന്ത്രിത ഇതം സുജാമി. എങ്ങനെയാണ് ഞാൻ സീത മൂലപ്രകൃതി ജഗത്തിനെ സൃഷ്ടിക്കുന്നത്? അവന്റെ സന്നിധി മാത്രം കൊണ്ട് ആലസ്യരഹിതയായി, യാതൊരു ആലസ്യവുമില്ലാതെ, അതന്ത്രിത, തന്ത്ര ഇല്ലാതെ. തന്ത്ര നാഡിയിൽ വരുന്ന ക്ഷീണമാണ്. അവന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ക്ഷീണമേതുമില്ലാതെ നിരന്തരമായി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുക. അനുനിമിഷം പ്രാപഞ്ചികമായ സൃഷ്ടിക്ക് ഇടതടവേയില്ല. എത്ര നിരന്തരമായ ഒരു ഭാഗത്ത് അത് ഞാൻ കണ്ടെത്തി അറിഞ്ഞു എന്നൊക്കെ വിചാരിക്കുമ്പോൾ മറുഭാഗത്ത് അത് വേറൊരു തരത്തിലാകാം. ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കുഴക്കുന്നത് ഇതാണ്. ഒരു ഭാഗത്ത് വിള്ളലുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് 15 കൊല്ലം കഴിയുമ്പോൾ വിള്ളൽ അങ്ങനെയാകും എന്നൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ വേറൊരുത്തം ചെന്ന് നോക്കുമ്പോൾ അവിടെ വിള്ളലേ ഉണ്ടാവില്ല. ഇതിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുക. നാളെ മഴ പെയ്യും എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം വേനൽ വരുന്നത്. മൂലപ്രകൃതിയുടെ അനുസ്യൂതമായ പോക്ക്. അതുകൊണ്ട് ശാസ്ത്രമെല്ലാം ഈ അജ്ഞാനത്തിൽ ഒതുങ്ങി നിൽക്കും.
ആകെ നിശ്ചയം ഒന്നിനേ ഉള്ളൂ. ഒരു നിശ്ചയവും ഇല്ല എന്നത് മാത്രമാണ് ആകെ നിശ്ചയം. There is only one certainty, that is uncertainty. അല്ല ഒന്നില്ല. പിന്നെ കഴിയുമ്പോഴാണ് ഞങ്ങള് നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നു. അതിന് പിന്നെ ഞങ്ങൾ വളരെ മിടുക്കന്മാരായതുകൊണ്ട് ഞങ്ങൾ സ്വാമിമാരൊക്കെ വലിയ അഭ്യാസമൊക്കെ കാണിക്കും. ജ്യോതിഷികളെ സ്വാമിമാരൊക്കെ ഗർഭിണികളുള്ള വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി എന്തായിരിക്കും എന്നൊക്കെ പണ്ടി വയ്ക്കും. ഇപ്പൊ പിന്നെ സ്കാനിങ് ഉണ്ട്, സ്കാനിങ്ങും മാറും. ആലുവായിൽ ചെന്നാൽ കാണാം, ഭാര്യയും ഡോക്ടറാ, ഭർത്താവും ഡോക്ടറാണ്. 7 പ്രാവശ്യം സ്കാൻ ചെയ്തു, 8ാമത് പ്രസവത്തിന് മുമ്പും സ്കാൻ ചെയ്തു. കുട്ടിക്ക് അംഗങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമാണ്. 8 പ്രാവശ്യം സ്കാനിങ്ങിൽ കുട്ടിയുടെ അവയവങ്ങളൊക്കെ കണ്ടതാണ്. ഡോക്ടർമാരായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു വൈകല്യമില്ലാതെ കുഞ്ഞിരിക്കണം എന്നായിരുന്നു തീരുമാനം. പക്ഷെ ജനിച്ചപ്പോ ഒരു കൈയില്ല, ഒരു കൈ പകുതിയില്ല. ആലോചിച്ചെന്നാൽ അവരുടെ ദുഃഖം എന്ന് കാണാം. സ്കാനിങ്ങിൽ കൈയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ കണക്കിന്, പക്ഷെ ഇപ്പൊ ഒരു കൈയില്ല. ആരാ കൊണ്ടുപോയത്? ഇപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പണ്ടാണെങ്കിൽ ഈ പരിപാടിയൊന്നും ഇല്ലാത്ത കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ കബഡിയൊക്കെ വാരി വെച്ചു, അല്ലെങ്കിൽ ശരം വിട്ട് നോക്കി, അല്ലെങ്കിൽ സിദ്ധിയിൽ കണ്ണ് പകുതി അടച്ച് മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ്. സംശയമൊന്നുമില്ല. പോകാൻ നേരത്തൊരു തുണ്ടയിൽ എഴുതി വെക്കും ആൺകുട്ടി. അതാ ഉത്തരത്തെ വെച്ചേക്കും, ആരും കാണാതെ പോവും. എനിക്ക് പെൺകുട്ടി ആകുകയാണ് എങ്കിൽ പിന്നെ ഒന്ന് കാണുമ്പോ സന്തോഷം. കാരണം സ്വാമി പറഞ്ഞ പോലെ തന്നെയാണ് ദക്ഷിണ നമസ്കാരമൊക്കെ. അത് വരുമ്പോ കാണുമ്പോ ഈ കയ്യിലുള്ള സാധനമൊക്കെ കൊണ്ട് അറിയാം നമ്മൾ പറഞ്ഞ് ഒത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ എന്നുള്ള മട്ടിലിരിക്കും. അപ്പോ രണ്ടാമത് കാണാൻ വരുമ്പോ അല്പം രോഷാകുലനായിട്ടൊക്കെയാണ് വരുന്നത്. കയ്യിലൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ബോധ്യമാവും നമ്മൾ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. കയറി വരുമ്പോഴേ സ്വാമി അന്നെന്തോ പറഞ്ഞേ, ഞാനെന്നെന്തോ പറഞ്ഞേ, ഞാനെന്ന് പറഞ്ഞത് പെൺകുട്ടിയാവുന്നല്ലേ പറഞ്ഞേ. അല്ല സ്വാമി ആൺകുട്ടിയാവുമെന്നാണ് പറഞ്ഞത്. പെൺകുട്ടിയാവുമെന്നാണ്, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ തിരിച്ച് പെൺകുട്ടി എന്നാണ് പറഞ്ഞത് എങ്കിൽ ആൺകുട്ടിയാവുമെന്നാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയുമെന്നറിയാം. കാരണം ഇത് കഴിയുമ്പോ എനിക്ക് വല്ലതും തരണം നോക്കാണെ ഒന്നും തരുമൊന്നും വേണ്ട. പക്ഷെ സത്യം ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി തരാം. ആ ഉത്തരത്തിൽ നല്ലത് കറക്റ്റാണ്. ഇനി സംശയമുണ്ടോ? ഇനി കാണാൻ വരുന്നത് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെയാണ്. ഒരാളോട് ഒന്നും മറ്റേ ആളിനോട് മറ്റതും പറഞ്ഞാൽ മതി. പുറത്ത് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്ന് എന്തോ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ നമ്പർ. ഇതിന്റെ കച്ചവടമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ആകെ ഒരു സത്യമേ ബാക്കിയുള്ളൂ.